ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ ഷാലിമ. അപ്പൊ ASM പോലുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്തിരിക്കുന്നവരാണ് അല്ലെ നമ്മളെല്ലാവരും തന്നെ. അപ്പൊ നമുക്കറിയാം നമ്മൾ ഏത് ഭാഗത്തിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മൾ കൂടുതൽ സ്കൂൾ ടെസ്റ്റ് ഫോക്കസ് ചെയ്യണം അല്ലെ. അപ്പോൾ നമ്മളെല്ലാവരും പഴയ സ്കൂൾ ടെസ്റ്റ് ആയിരിക്കും ഇത്രയും നാള് മാറ്റമൊന്നുമില്ലാതെ തുടർന്നിരുന്ന പഴയ സ്കൂൾ ടെസ്റ്റ് ആയിരിക്കും എല്ലാവരും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. കൂടുതലും ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന PSC പ്രിലിംസ് 10th പ്രിലിംസ് പോലുള്ള എക്സാമുകൾക്ക് കൂടുതലും ചോദിച്ചിരിക്കുന്നത് പുതിയ സ്കൂൾ ടെസ്റ്റ് എന്നുള്ള ഭാഗങ്ങളാണ് അല്ലെ. എക്കണോമിക്സ് ആണെങ്കിലും ജോഗ്രഫിക്ക് ആണെങ്കിലും ഒക്കെ കൂടുതൽ ചോദിച്ചിരിക്കുന്നത് ഏത് ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്? പുതിയ സ്കൂൾ ടെസ്റ്റിന്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഞാനിന്ന് നമ്മുടെ ആ ഒരു 10th പ്രിലിംസിന് കഴിഞ്ഞ 10th പ്രിലിംസിന് ചോദിച്ച 2-3 എക്കണോമിക്സ് ക്വസ്റ്റ്യൻസും അത് ഏത് ഭാഗത്തു നിന്നാണ്, പുതിയ സ്കൂൾ ടെസ്റ്റിന്റെ ഏത് ഭാഗത്തു നിന്നാണ് വന്നിരിക്കുന്നതെന്ന് ആ ഒരു ഭാഗമാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഏതാണ്? ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഗത്തു നിന്നാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്ക്. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഉചിതമായ എന്ന് വെച്ചാൽ ശരിയായ ആശയങ്ങൾ തിരഞ്ഞെടുക്കുക അതാണ് ക്വസ്റ്റ്യൻ. അതിലെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു കൺഫ്യൂഷൻ വരും അല്ലെ. എന്താണ് ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ? അതൊക്കെ നമ്മൾ കുറെ പേരൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നവരായിരിക്കും. അപ്പൊ ഇവർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. ഇത് നമ്മൾ ഇത്രയും നാൾ പഠിച്ച സ്കൂൾ ടെസ്റ്റിന്റെ ഭാഗത്തൊന്നും ഇതില്ലല്ലോ, പഠിച്ച പോർഷൻസിലൊന്നും ഇതില്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ എന്താണ് ഇത്? നമ്മുടെ പുതിയ സ്കൂൾ ടെസ്റ്റ്, 9ാം ക്ലാസ്സിലെ പുതിയ സ്കൂൾ ടെസ്റ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇത് നോക്ക്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ആവശ്യാനുസരണം കമ്പനികളുമായി ഔപചാരിക കരാറുകളിൽ ഏർപ്പെടാൻ സാധിക്കുന്നില്ല. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്ക്. താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണിവ. അതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നു. ഈ 3 സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. ഇതിലെ ശരിയായത് എഴുതാനെന്നാണ്, ഉചിതമായ ശരിയായ ആശയങ്ങൾ തിരിച്ചറിയാനെന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് ജസ്റ്റ് നോക്കുക, ഇതിൽ ഏത് ആൻസർ വരുവാന്ന് നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ, അപ്പോ ഇത് ഏത് ഭാഗമാണ് എന്ന് നമുക്ക് നോക്കാം. അതിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കുക. അപ്പോ ഏത് ചാപ്റ്റർ ആണ് ഇത് വരുന്നത്? ചാപ്റ്റർ നമുക്ക് ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ 9ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററായ എക്കണോമിക്സിന്റെ ചാപ്റ്ററായ ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ അതിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ആ ഒരു ഭാഗത്തിന് ആ ഒരു ചാപ്റ്റർ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ ഒരു ചാപ്റ്റർ ആണ്. അതിൽ നിന്ന് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ആ ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ തന്നെ അതിൽ 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞ ആ ഒരു ക്വസ്റ്റ്യനും രണ്ടാമത് വന്നിരിക്കുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്നിരിക്കുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് രണ്ടാമത് അതിൽ ആ ഒരു പാഠത്തിൽ തന്നെ വന്നിരിക്കുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത് ഏത്? അതിലെന്താണ്? ഫസ്റ്റ് വ്യോമ അതിർത്തി, ജലാതിർത്തി, പിന്നെന്താണ്? മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിന്റെ എംബസികൾ, ഹൈ കമ്മീഷനുകൾ, പിന്നെ ഇന്ത്യക്കകത്തുള്ള മറ്റു രാജ്യത്തിന്റെ എംബസികൾ, ഹൈ കമ്മീഷനുകൾ, പിന്നെ അടുത്ത എന്താണ്? കസ്റ്റംസ് നിയന്ത്രണത്തിന് കീഴിലുള്ള ഓഫ് ഷോർ സംരംഭങ്ങൾ നടത്തുന്ന ഫ്രീ സോണുകൾ. ഇതാണ് ആ ഒരു ക്വസ്റ്റ്യൻ. കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ചാപ്റ്റർ വായിച്ച് നോക്കിയെങ്കിൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് നോക്കുക. ഇതിലേതാ ആൻസർ എന്ന് നിങ്ങളൊന്ന് മനസ്സിൽ കണക്കാക്കി വെക്കാം. ഞാൻ അതിന്റെ ആൻസർ പറഞ്ഞുതരാം. ആ 2 ക്വസ്റ്റ്യന്റെ ആൻസർ ആ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്ക് ASM എക്സാം എഴുതുന്നവർക്ക് വേണ്ടി ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സുകളെല്ലാം സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മുടെ ആപ്പിൽ റെക്കോർഡായിട്ട് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത്, നിങ്ങൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ആവുന്ന ആ ഒരു ടൈമിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ ക്ലാസ് കാണാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളുടെയൊക്കെ നേരെ എന്തുണ്ട്? അതിന്റെ PDF നോട്ട്സ് ഉണ്ട് അല്ലെ. നമുക്കറിയാം നമ്മൾ എപ്പോഴും ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു പോർഷൻ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ നോട്ട്സും വായിച്ചു കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ പഠിച്ചത് എത്രത്തോളം നമുക്ക് കിട്ടി എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഒരു എക്സാം എഴുതി നോക്കണം. അപ്പോൾ നമ്മുടെ ക്ലാസ്സിന്റെ നേരെ നോട്ട്സ്, അതിന്റെ കൂടെ എന്തുണ്ട്? എക്സാം ഉണ്ട്. നിങ്ങൾ എക്സാമും കൂടി അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ പഠിച്ച ആ ഒരു പോർഷൻസ് എന്താണ് നമുക്ക് എന്താ ഓക്കെ ആവും അല്ലെ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ റെക്കോർഡ് ക്ലാസ്സിന് പുറമെ എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതിന്റെ റെക്കോർഡ് സെഷൻ നമുക്ക് അവൈലബിൾ ആണ് അല്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ മെന്റർ ഉണ്ടാവും. നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ മെന്റർ ഉണ്ടാവും.
പിന്നെ നമുക്ക് എങ്ങനെയാണ് ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് അല്ലേ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ഓരോ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കി ഏത് ഭാഗത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന് മനസ്സിലാക്കി ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ട്. അതുപോലെ മാത്സ് ആണെങ്കിലും എന്താണ് ഒരുപാട് വർക്കൗട്ടുകൾ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. ഈ ഒരു സമയം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്താൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്ന ജോലി സ്വന്തമാക്കാൻ പറ്റും അല്ലേ. ഓക്കെ, അപ്പോൾ ഒരുപാട് പ്രൊമോഷൻ സാധ്യതകളൊക്കെ ഉള്ള ജോലിയാണ്. 10ാം ക്ലാസ് ആണ് യോഗ്യത. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാം, നമ്മുടെ ബാച്ചിൽ എല്ലാവരും ജോയിൻ ചെയ്യാം. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 8590202323 എന്ന നമ്പറിൽ എല്ലാവരും എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ ഓൾറെഡി നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് സജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പൊ നോക്കി ആ 2 ക്വസ്റ്റ്യൻ ആ ഒരു ചാപ്റ്ററിന്റെ ബേസിൽ അല്ലേ, ആ ഒരു എവിടെയാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോ ഇത് നോക്ക്, ഈ ഒരു ചാപ്റ്ററിലുള്ളതാണ് ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ. ഈ 2 ക്വസ്റ്റ്യനും വന്നിരിക്കുന്നത് എന്താണ്, നമ്മളെ ചാപ്റ്റർ ഫുള്ളായിട്ട് വായിച്ച് നോക്കിയില്ലെങ്കിലും നമ്മളൊരു ചാപ്റ്റർ നോക്കുമ്പോൾ അവരെപ്പോഴും ഒരു ബോക്സിൽ ഓരോ ചാപ്റ്ററിലും ഓരോ ബോക്സിൽ ഓരോ കാര്യങ്ങൾ ഇട്ടിടണം. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നമ്മൾ ചാപ്റ്റർ ഫുള്ള് വായിച്ചു നോക്കാൻ പറ്റിയില്ലെങ്കിലും അവർ ബോക്സിൽ ഇട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തായാലും ഓരോ ചാപ്റ്ററിലും വായിച്ചു നോക്കാം. ഓക്കെ, ഇതങ്ങനെ ഒരു ബോക്സിൽ ഇട്ടിരിക്കുന്ന കാര്യമാണ്. നോക്ക്, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ ആരാണ്? ഈ ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ എന്ന് വെച്ചാൽ സാമൂഹ്യ സുരക്ഷാ കോഡ് 2020 സാമൂഹ്യ സുരക്ഷാ കോഡ് 2020 ഒരു ഗിഗ് തൊഴിലാളിയെ നിർവചിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്. എങ്ങനെയാണ് നിർവചിച്ചിരിക്കുന്നത്? പരമ്പരാഗത തൊഴിലാളി തൊഴിലുടമ ബന്ധങ്ങൾക്ക് പുറത്തുള്ള ഒരു തൊഴിൽ ക്രമീകരണത്തിൽ പങ്കെടുക്കുകയും അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് സമ്പാദിക്കുകയും ചെയ്യുന്ന വ്യക്തി എന്നാണ്. അപ്പോൾ 2020 സാമൂഹ്യ സുരക്ഷാ കോഡ് ഒരു ഗിഗ് തൊഴിലാളിയെ എങ്ങനെയാണ് നിർവചിച്ചിരിക്കുന്നത്? ആരാണ് ഒരു ഗിഗ് തൊഴിലാളി എന്നാണ് പറഞ്ഞിരിക്കുന്നത്? പരമ്പരാഗതമായിട്ട് നമുക്കറിയാം, പരമ്പരാഗതമായിട്ടുള്ള തൊഴിലുടമ വ്യവസ്ഥ നമുക്കറിയാം അല്ലെ. അപ്പൊ അതില് ആ ഒരു തൊഴിലുടമ ബന്ധങ്ങൾക്ക് പുറത്തുള്ള ഒരു തൊഴിൽ ക്രമീകരണത്തിൽ പങ്കെടുക്കുകയും അതുപോലെ അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് സമ്പാദിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഒരു ഗിഗ് തൊഴിലാളി എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഗിഗ് തൊഴിലാളിയുടെ സവിശേഷത ചോദിച്ചാൽ എന്തൊക്കെ സവിശേഷതകളാണ് ഒരു ഗിഗ് തൊഴിലാളിക്കുള്ളത്? ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ആവശ്യാനുസരണം കമ്പനികളുമായി ഔപചാരിക കരാറുകളിൽ ഏർപ്പെടാൻ സാധിക്കുന്നു. അപ്പൊ ഒരു ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? നമ്മൾ ആ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കണ്ട സ്റ്റേറ്റ്മെന്റ് ഓർത്തു വെക്കാം. കമ്പനികളുമായിട്ട് ഔപചാരിക കരാറുകളിൽ ഏർപ്പെടാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അത് സാധിക്കുന്നു എന്നാണ് അല്ലെ. പിന്നെ രണ്ടാമത് എന്ത് സവിശേഷതയാണ് ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളിക്കുള്ളത്? താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണിവ. അപ്പൊ ഒരു ഗിഗ് തൊഴിലാളി എങ്ങനെയുള്ള തൊഴിലുകളാണ് ചെയ്യുന്നത്? താൽക്കാലികമാണ്, പിന്നെ എന്താണ്, സമയബന്ധിതവുമായിട്ട് പൂർത്തിയാക്കേണ്ട തൊഴിലാണ് അവർ ചെയ്യുന്നത്. പിന്നെ ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നു. ഒരു ഗിഗ് തൊഴിലാളിക്ക് എന്താണ്, ഒരേ സമയം എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നു. അടുത്തത് എന്താണ്? സമയത്തിനും സന്ദർഭം അനുസരിച്ച് ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നു. ഒരു ഗിഗ് തൊഴിലാളികൾക്ക് അയാളുടെ സമയത്തിനും അതുപോലെ സന്ദർഭത്തിനും അനുസരിച്ച് ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നു. പിന്നെന്താ? താല്പര്യമുള്ള മേഖലകൾ ഇവർക്ക് കഴിവുകൾ പരീക്ഷിക്കാൻ അവസരം ലഭിക്കുന്നു. അതുപോലെ ഒരു ഗിഗ് തൊഴിലാളിക്ക് അയാൾക്ക് ഏത് മേഖലയിലാണോ താല്പര്യം അതനുസരിച്ച് അയാൾക്ക് കഴിവുകൾ പരീക്ഷിക്കാൻ അവസരം ലഭിക്കുന്നു. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ഉദാഹരണം ചോദിച്ചാൽ എന്തൊക്കെയാണ് ഉദാഹരണം? ആരൊക്കെയാണ് ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളി? ഫ്രീലാൻസർമാർ അല്ലെ, ഒരു ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളിയാണ്. പിന്നെ സ്വതന്ത്ര കോൺട്രാക്ടർമാർ, പിന്നെന്താണ്, വിവിധ ഓൺലൈൻ ഭക്ഷണ വിതരണ തൊഴിലാളികൾ, പിന്നെ ഡ്രൈവർമാർ. ഇതൊക്കെ എന്താണ്? ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഈ ഒരു ഭാഗം ഇതൊരു ബോക്സിലാണ്. ആ ഒരു ചാപ്റ്ററിൽ അഞ്ചാമത്തെ ചാപ്റ്ററിൽ 9ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററിൽ ഒരു ബോക്സിലാണ് ഇതിനെ കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഭാഗം വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഫസ്റ്റ് കണ്ട ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ പറ്റും അല്ലെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ആൻസർ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണേ. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം. അടുത്ത് രണ്ടാമത് നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ എന്താണ്? ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക അതിർത്തിയെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ. അതും ഈ ഒരു ചാപ്റ്ററിലെ ഒരു ബോക്സിൽ തന്നെയുണ്ട് ആ ക്വസ്റ്റ്യന്റെ ആൻസറും. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക അതിർത്തി എന്തൊക്കെയാണ്? ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നത് എക്കണോമിക് ടെറിട്ടറി ഓഫ് എ കൺട്രി.
രാജ്യത്തിന്റെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്? വ്യോമാതിർത്തിയും ജലാതിർത്തിയും. വ്യോമാതിർത്തിയും ജലാതിർത്തിയും എന്താണ്? ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നവയാണ് വ്യോമാതിർത്തി, അതുപോലെ എന്താണ്? ജലാതിർത്തി. അതുപോലെ തന്നെ രണ്ടാമത് എന്താണ്? മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിന്റെ എംബസികൾ, ഹൈ കമ്മീഷനുകൾ. അപ്പൊ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്ന എന്തൊക്കെയാണ്? വ്യോമാതിർത്തിയും ജലാതിർത്തിയും എന്താണ്? സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നുണ്ടല്ലേ. പിന്നെന്താണ്? മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ രാജ്യത്തിന്റെ എംബസികളും ഹൈ കമ്മീഷനുകൾ എന്താണ്? രാജ്യത്തിന്റെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നുണ്ട്. പിന്നെ അടുത്തെന്താണ്? രാജ്യത്തിന്റെ പ്രത്യേക അവകാശങ്ങളുള്ള മേഖലകൾ. അപ്പോൾ രാജ്യത്തിന്റെ പ്രത്യേക അവകാശങ്ങളുള്ള മേഖലകൾ എന്താണ്? മത്സ്യബന്ധനം അവകാശങ്ങളുള്ള മേഖലകൾ, മത്സ്യബന്ധനം നടത്തുന്നതിനോ കടലിന് അടിത്തട്ടിലുള്ള ഇന്ധനം, ധാതുക്കൾ ഇവ ശേഖരിക്കുന്നതിനോ അവകാശമുള്ള സമുദ്രഭാഗം. പിന്നെ ഏതാണ് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്ന വേറെ എന്ത് കാര്യമാണ്? രാജ്യത്തിന്റെ പ്രത്യേക അവകാശങ്ങളുള്ള മേഖലകളുണ്ട് അല്ലെ. പിന്നെ ഏതാണ്? മത്സ്യബന്ധനം നടത്തുന്നതിനോ കടലിന് അടിത്തട്ടിലുള്ള ഇന്ധനം, ധാതുക്കൾ ഇവ ശേഖരിക്കുന്നതിനോ അവകാശമുള്ള സമുദ്രഭാഗം. പിന്നെ ഏതാണ്? പിന്നെ രാജ്യത്തിന്റെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്ന ഭാഗം ഏതാണ്? കസ്റ്റംസ് നിയന്ത്രണത്തിന് കീഴിലുള്ള ഓഫ് ഷോർ സംരംഭങ്ങൾ നടത്തുന്ന ഫ്രീ സോണുകൾ. ഇതൊക്കെ ഏതാണ്? ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളാണ്. ഓക്കെ. അപ്പൊ എന്നാൽ ഇന്ത്യക്കകത്തുള്ള മറ്റു രാജ്യത്തിന്റെ എംബസികൾ, ഹൈ കമ്മീഷനുകൾ എന്നിവ എന്താണ്? നമ്മുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നില്ല. നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഈ രണ്ട് ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മുടെ ഈ 9ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററിൽ ഒരു ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ആ ഒരു ബോക്സ് വായിച്ചു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലെ. രണ്ട് ക്വസ്റ്റ്യന്റെ ആൻസർ മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ കൂടുതലും ഏതാണ്? പുതിയ സ്കൂൾ ടെസ്റ്റുകൾ ഫോക്കസ് ചെയ്യുക കേട്ടോ. അപ്പൊ പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ ഇനി നമുക്ക് വളരെ കുറച്ച് സമയമുള്ളൂ. അപ്പൊ പഠിക്കുമ്പോൾ എന്താ നമുക്ക് മാറിയ സ്കൂൾ ടെസ്റ്റും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. അത് കൂടുതൽ എന്ത് ചെയ്യുക? ആ ഒരു ഭാഗത്തിന് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഓക്കെ. പിന്നെ ആ ഒരു ചാപ്റ്ററിൽ തന്നെ ആ ഒരു ബോക്സിൽ ഇട്ടിരിക്കുന്ന 2-3 ഭാഗങ്ങളും കൂടി ഞാൻ പറയാം. നികുതികളെ കുറിച്ച്, നികുതിയും സബ്സിഡിയും. എന്താണ് നികുതി എന്ന് പറഞ്ഞാൽ? ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താല്പര്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായും നൽകേണ്ടതാണ് നികുതി എന്ന് പറയുന്നത്. അപ്പൊ ജനങ്ങള് സർക്കാരിന് നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതാണ് എന്ത്? നികുതി എന്ന് പറയുന്നത്. എന്തിനൊക്കെ വേണ്ടിയാണ്? ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താല്പര്യത്തിന് വേണ്ടി ഗവൺമെന്റിന്റെ ചെലവുകൾക്ക് വേണ്ടിയുള്ള വരുമാനം എന്താണ്? പൊതുജനങ്ങൾ കൊടുക്കുന്ന എന്താണ്? നികുതിയാണ്. പിന്നെ സാമൂഹ്യ സാമ്പത്തിക നയത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ മേൽ ഗവൺമെന്റ് നൽകുന്ന സാമ്പത്തിക പിന്തുണയോ ആനുകൂല്യവുമാണ് സബ്സിഡി. അപ്പോൾ നികുതി എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി എന്താണ് സബ്സിഡി എന്താണെന്ന് ചോദിക്കണം അല്ലെ. എന്താണ് ഈ സബ്സിഡി എന്ന് വെച്ചാല്? സാമൂഹ്യ സാമ്പത്തിക നയത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ മേൽ ഗവൺമെന്റ് നൽകുന്ന സാമ്പത്തിക പിന്തുണയോ ആനുകൂല്യവുമാണ് എന്ത് പറയുന്നത്? സബ്സിഡി എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ വേറൊരു ബോക്സിൽ എന്താ കിടക്കുന്നത്? ആ ഒരു ചാപ്റ്ററിൽ വേറൊരു ബോക്സിൽ കിടക്കുന്നതാണ് സർക്കാർ ചെലവ്, ഉപഭോഗ ചെലവ്, നിക്ഷേപ ചെലവ്, കയറ്റുമതികൾ അല്ലെ. അപ്പൊ സർക്കാർ ചെലവുകളെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഭാഗമാണ് ആ ഒരു ബോക്സിൽ. അതെന്താന്ന് നോക്കാം. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, ജനക്ഷേമം. എന്താണ് ഈ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ? ജനക്ഷേമം അല്ലെ. ജനങ്ങളുടെ ക്ഷേമം ലക്ഷ്യമാക്കി സർക്കാർ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായി വരുന്ന ചെലവാണ് സർക്കാർ ചെലവ് അല്ലെങ്കിൽ പൊതു ചെലവ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിസ്ക്കൽ പോളിസി, ധനനയം എന്ന് വെച്ചാൽ എന്താണ്? ഗവൺമെന്റ് പൊതുവരുമാനം, പൊതു ചെലവ്, പൊതുകടം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ പോളിസിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിസ്ക്കൽ പോളിസി അല്ലെങ്കിൽ ധനനയം എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ എന്താണ് ഈ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ? ജനക്ഷേമം ലക്ഷ്യമാക്കി സർക്കാർ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായി വരുന്ന ചെലവാണ് സർക്കാർ ചെലവ് അഥവാ പൊതു ചെലവ് എന്ന് പറയുന്നത്. അപ്പോൾ സർക്കാർ ചെലവുകളെ നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? സർക്കാർ ചെലവുകളെ വികസന ചെലവുകൾ, വികസനേതര ചെലവുകൾ എന്നിങ്ങനെ തരംതിരിക്കാം. അപ്പൊ സർക്കാർ ചെലവുകളെ നമുക്ക് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്? വികസന ചെലവുകളുണ്ട്, വികസനേതര ചെലവുകളും ഉണ്ട് അല്ലെ.
അതുപോലെ ഉപഭോഗ ചെലവെന്ന് വെച്ചാൽ എന്താണ്? ഉപഭോക്താക്കൾ ഉപഭോഗത്തിനായി സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിന് വേണ്ടി ചെലവാക്കുന്ന മൊത്തം തുകയാണ് ഉപഭോഗ ചെലവ്. അപ്പൊ ഉപഭോഗ ചെലവ് എന്ന് വെച്ചാൽ ഉപഭോക്താക്കൾ നമ്മളൊക്കെ ഉപഭോക്താക്കളാണ് അല്ലെ. അപ്പൊ ഉപഭോക്താക്കൾ ഉപഭോഗത്തിനായിട്ട് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിന് വേണ്ടി ചെലവാക്കുന്ന മൊത്തം തുക എന്ന് പറയുന്നു ഉപഭോഗ ചെലവെന്ന് പറയുന്നു. അതുപോലെ നിക്ഷേപ ചെലവ് എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ എന്താണ്? മൂലധന ഉൽപ്പന്നങ്ങളുടെ മേൽ വ്യവസായ യൂണിറ്റുകളോ വ്യക്തികളോ സ്ഥാപനങ്ങളോ ചെലവാക്കുന്ന മൊത്തം ചെലവാണ് നിക്ഷേപ ചെലവ്. അപ്പൊ നിക്ഷേപ ചെലവ് എന്ന് വെച്ചാൽ എന്താണ്? മൂലധനം ഉൽപ്പന്നങ്ങൾ അല്ലെ, മൂലധന ഉൽപ്പന്നങ്ങളുടെ മേൽ വ്യവസായ യൂണിറ്റുകളോ വ്യക്തികളോ സ്ഥാപനങ്ങളോ ചെലവാക്കുന്ന മൊത്തം ചെലവാണ് നിക്ഷേപ ചെലവ് എന്ന് പറയുന്നത്. അപ്പോ ഭൂമിക്ക് വേണ്ടിയുള്ള ചെലവ്, യന്ത്രങ്ങൾക്ക് വേണ്ടിയുള്ള ചെലവ് തുടങ്ങിയൊക്കെ എന്താണ്? നിക്ഷേപ ചെലവിന് ഉദാഹരണമാണ്. അപ്പൊ നിക്ഷേപ ചെലവിന് ഉദാഹരണം ഭൂമിക്ക് വേണ്ടിയുള്ള ചെലവ്, അതുപോലെ യന്ത്രങ്ങൾക്ക് വേണ്ടിയുള്ള ചെലവൊക്കെ എന്തിന് ഉദാഹരണമാണ്? നിക്ഷേപ ചെലവുകൾക്ക് ഉദാഹരണമാണ്. പിന്നുള്ളത് അറ്റ കയറ്റുമതികളാണ് അല്ലെ. നെറ്റ് എക്സ്പോർട്ട് എന്ന് വെച്ചാൽ എന്താണ്? രാജ്യത്തിന്റെ കയറ്റുമതി മൂല്യവും ഇറക്കുമതി മൂല്യവും തമ്മിലുള്ള വ്യത്യാസമാണ് അറ്റ കയറ്റുമതി എന്നറിയപ്പെടുന്നത്. അപ്പൊ അറ്റ കയറ്റുമതി, നെറ്റ് എക്സ്പോർട്ട് എന്ന് വെച്ചാൽ എന്താണ്? രാജ്യത്തിന്റെ കയറ്റുമതി മൂല്യവും ഇറക്കുമതി മൂല്യവും തമ്മിലുള്ള വ്യത്യാസമാണ് അറ്റ കയറ്റുമതി എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഈ 2 ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇട്ടിരുന്നത്. ആ 2 ക്വസ്റ്റ്യനും വന്ന ഭാഗവും ഞാൻ കാണിച്ചു തന്നു. അപ്പോൾ ഏതാണ്? 9ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ. ആ ഒരു ചാപ്റ്ററിൽ തന്നെയാണ് ആ ഒരൊറ്റ എക്സാമിന് 2 ക്വസ്റ്റ്യൻസോളം വന്നിരിക്കുന്നത് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ, ഏതൊക്കെ എന്തിനാണ് നമ്മൾ പഠിക്കുമ്പോൾ ഏത് ഭാഗത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഞാൻ പിന്നെയും പറയുവാണ്, മാറിയ സ്കൂൾ ടെസ്റ്റിന് കുറച്ചധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാം. ബാക്കി എല്ലാ സ്കൂൾ ടെസ്റ്റിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. എന്നാല് മാറിയ സ്കൂൾ ടെസ്റ്റ് നമുക്ക് കൂടുതൽ ബൈഹാർട്ട് ആയിരിക്കില്ല. നമ്മൾ എല്ലാവരും പഠിച്ചു വെച്ചിരിക്കുന്നത്, ബൈഹാർട്ട് ആക്കി വെച്ചിരിക്കുന്നത് എന്താണ്? പഴയ ആ ഒരു സ്കൂൾ ടെസ്റ്റുകളാണ്. അപ്പൊ അതൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ പുതിയ മാറിയ ടെസ്റ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ PSC പഠിക്കുന്നവരെല്ലാം പഠിക്കാം. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയുവാണ്, ASM എക്സാമിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? നമ്മുടെ ബാച്ചിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക്